ഹിന്ദുവിനെയും ഹൈന്ദവ സംഘടനകളെയും തീവ്രവാദികളാക്കി ചിത്രീകരിക്കാനും ഭീകരവാദികളാക്കി ചിത്രീകരിക്കാനും കോൺഗ്രസ് നടത്തുന്ന ശ്രമങ്ങളെ പൊളിച്ചടുക്കി അക്ഷരാർത്ഥത്തിൽ അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസിന് നേരെ അദ്ദേഹം ചൊരിഞ്ഞത്. UPA കാലഘട്ടത്തിൽ ഹിന്ദു ഭീകരതയെക്കുറിച്ചും കാവി ഭീകരത എന്ന പദം ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾ അഴിച്ചുവിട്ട ആ ഒരു പ്രചരണം ആയിരുന്നു നിങ്ങൾ പ്രധാനമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ ഹിന്ദുക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് തീവ്രവാദികൾ എന്നൊരു വലിയ ആരോപണവും പ്രചരണങ്ങളും നിങ്ങൾ വ്യാപകമായി തന്നെ നടത്തി. ഇന്ന് സഭയിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെയും മഹാദേവിൻ്റെയും ഒക്കെ വിശദീകരണമായ ചർച്ചയിലാണ് അമിത്ഷാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നിങ്ങൾ ഈ ഹിന്ദു ഭീകരത എന്ന് പറയുക മാത്രമല്ല, നിരപരാധികളായ അനവധി ഹിന്ദുക്കളെ ജയിലിലടക്കിയും നിങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് ചെയ്തിരുന്നു. മുംബൈ ഭീകരാക്രമണം പോലും ചില ഹിന്ദു ഗ്രൂപ്പുകളുടെ തലയിൽ കെട്ടിവെക്കാൻ ദിഗ്വിജയ് സിംഗ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. 2008 ബെട്ല ഹൗസ് ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേനയുടെ നടപടിയെ നിങ്ങൾ ദുർബലപ്പെടുത്തി. അവിടെ വെടിയേറ്റ് വീരചരമം പ്രാപിച്ച മോഹൻ ശർമ്മ എന്ന ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് ആയിരുന്നില്ല വിഷമം, പകരം വെടിവെച്ചവരെ കുറിച്ചുള്ള വിഷമമായിരുന്നു സോണിയാഗാന്ധി പങ്കുവച്ചത് എന്നുകൂടി അമിത്ഷാ പറയുന്നു. ഒപ്പം ജമാഅത്തെ ഇസ്ലാമി, ഹൂറിയത്ത് തുടങ്ങിയ സംഘടനകളെ കാശ്മീരിൽ അഴിഞ്ഞാടാൻ വിട്ടതും അവരെ തടയാതിരുന്നതും അവരെ നിരോധിക്കാതിരുന്നതും നിങ്ങളുടെ സർക്കാരാണ്. എന്നാൽ 2019 ഓഗസ്റ്റ് 5 ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ് 35A ആർട്ടിക്കിളും എടുത്തു കളഞ്ഞതോടുകൂടി കാശ്മീരിലെ ഇപ്പോൾ ഭീകരവാദികളുടെ ആവാസ വ്യവസ്ഥ തകിടം മറിഞ്ഞിരിക്കുന്നു, തകർത്തിരിക്കുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ പ്രാദേശികമായി ഒരു യുവാവ് പോലും ഒരു ഭീകര സംഘടനയിൽ ചേർന്നിട്ടില്ല എന്ന കണക്കുകൾ നിരത്തി അമിത്ഷാ ആഞ്ഞടിക്കുകയുണ്ടായി. ഈ കോൺഗ്രസിന്റെ കാലത്തൊക്കെ ഈ ഹൈന്ദവ സംഘടനകളെയും ഹിന്ദുക്കളെയും ഒക്കെ ഭീകരന്മാരാക്കി. എവിടെ സ്ഫോടനം നടന്നത്, ലഷ്കർ-e തോയ്ബ മുംബൈയിൽ നടത്തിയ ആക്രമണം പോലും ഹിന്ദു ഗ്രൂപ്പുകളുടെ തലയിൽ കെട്ടിവെക്കാൻ മുൻനിരയിൽ നിന്ന ആളാണ് ദിഗ്വിജയ് സിംഗ്. അങ്ങനെ പോകുന്നു അനവധി കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. മുൻകാലങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ നേതാക്കൾ സ്ഥിരം പറയുന്നതാണ് കാവി ഭീകരത. അവരുടെ നേതാക്കൾ എല്ലാം പറയുന്നു ഈ സ്ഫോടനങ്ങളിലെല്ലാം പിന്നിൽ ഈ ഹിന്ദു സംഘടനകളാണെന്ന്. അതിപ്പോഴും ചില ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകൾ അവരുടെ ലേഖനങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ ഉപയോഗിക്കാറുമുണ്ട്. അതിനെല്ലാം വയറു നിറച്ചു കൊടുത്ത മറുപടിയായി തന്നെ ഇതിനെ കരുതാം. ന്യൂസ് ഡെസ്ക് മലയാളം.